അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു സംശയം. ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ ഇമാമ് ഫാത്തിഹയൊക്കെ ഓതുന്നത് ളുഹറാണോ അല്ലെങ്കിൽ അസറാണോ? ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓതാൻ തുടങ്ങി. വജ്ജഹത്തു ഓതി പൂർത്തീകരിക്കുന്നതിൻ്റെ മുമ്പേ ഇമാമ് റുക്കോയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഫാത്തിഹയും കൂടി ഓതിയിട്ട് ഇമാമിൻ്റെ കൂടെ റുക്കൂയിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ആ നിസ്കാരത്തിൽ നിന്ന് വിട്ടിട്ട് രണ്ടാമത് നിയ്യത്ത് ചെയ്തിട്ട് തക്ബീർ ചൊല്ലിയിട്ട് റുക്കൂയിൽ പോയാലല്ലേ എനിക്ക് ആ റക്അത്ത് കിട്ടൂ. ഞാൻ വജ്ജത്ത് ഓതിയത് കൊണ്ട് ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ എനിക്ക് ആ റക്അത്ത് കിട്ടൂല. അവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദെ? അവിടെ ഞാൻ ആ നിസ്കാരത്തിൽ വിട്ട് രണ്ടാമതും നിയ്യത്ത് ചെയ്ത് കൈകെട്ടിയിട്ട് അപ്പോൾ എനിക്ക് റുക്കൂയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല ആ റക്അത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഫാത്തിഹ പൂർത്തീകരിക്കുകയാണോ വേണ്ടത്? വജ്ജഹത്ത് കൊണ്ട് ശുഗലായ ഒരു വ്യക്തി ആ ഖദർ കണ്ട് ഫാത്തിഹ ഓതൽ നിർബന്ധമാകുന്നു. വജ്ജഹത്ത് കൊണ്ട് ഒരാൾ മസ്ബൂക്കാണ്, പിന്തി തുടർന്ന് വന്ന ഒരാൾ വജ്ജഹത്ത് കൊണ്ട് ശുഗലായി വജ്ജഹത്ത് ഓതി കഴിയുമ്പോഴേക്ക് ഇമാമ് റുക്കോയിലേക്ക് പോയാൽ മഅ്മൂമ് നിർബന്ധമായിട്ടും അവൻ ഓതിയ വജ്ജഹത്തുവിന്റെ ഖദർ കണ്ട് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അങ്ങനെ ഫാത്തിഹ ഓതി തീരുന്നതിന്റെ മുമ്പായിട്ട് ഇമാമ് റുക്കോയിലേക്ക് പോകും. ആ റക്അത്ത് കിട്ടൂല. പക്ഷെ റക്അത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ആദ്യത്തെ കൈയൊക്കെ അയച്ചിട്ട് നിസ്കാരം അഴിച്ചിട്ട് രണ്ടാമത് നിസ്കാരം തുടങ്ങി വേഗം ഇമാമോട് കൂടെ റുക്കോയ് ചെയ്താൽ റുക്കോയ് കിട്ടും, അവന് റക്അത്ത് കിട്ടും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഫറളായ നിസ്കാരത്തെ ബാത്തിലാക്കുക എന്ന ഹറാമിന്റെ കുറ്റം അവന് ലഭിക്കുന്നതാണ്. ഒരു റക്അത്ത് കിട്ടാൻ വേണ്ടി എന്ന നിലക്ക് നിസ്കാരത്തെ അവൻ ബാത്തിലാക്കിയത് കുറ്റമാണ്. ആ റക്അത്ത് കിട്ടൂലെങ്കിലും അവന് ആ നിസ്കാരം അവന് കിട്ടിയിരുന്നല്ലോ ഇമാമോടൊപ്പം. ഫർളായ നിസ്കാരം ബാത്തിലാക്കൽ അത് അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതില്ലാത്ത വിധം ഇവിടെ അതില്ല, അത് ബാത്തിലാക്കൽ ഹറാമാണ്. അതുകൊണ്ട് ഈ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് അവൻ വജ്ജഹത്തുവിന്റെ ഖദർ കണ്ട് ഫാത്തിഹ ഓതിയിട്ട് പോകൽ തന്നെയായിരുന്നു. ഇത് വളരെ വിശദീകരിക്കേണ്ട മസലയാണ്. ഇപ്പം ഇത്രമാത്രം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, സുഖാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വജ്ജഹത്ത് സംബന്ധമായിട്ടൊരു ചോദ്യം മുകളിൽ കേട്ടു. അതിനെപ്പറ്റി ഒരു സംശയം കൂടി തീർക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇമാമ് ഫാത്തിഹ ജമാഅത്ത് തുടങ്ങി കഴിഞ്ഞ് ഫാത്തിഹ ഏതാണ്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജമാഅത്തിൽ പങ്കെടുത്താൽ നമുക്ക് ഫാത്തിഹ മുഴുമിപ്പിച്ച് വജ്ജഹത്തും ഫാത്തിഹ മുഴുമിപ്പിച്ച് റുക്കൂയിലെത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വജ്ജഹത്ത് അതിൽ നിർബന്ധമുണ്ടോ? എങ്ങനെയാണ് ഉസ്താദ്? അപ്പോൾ ചോദ്യത്തിൽ എനിക്കൊന്നും ക്ലിയർ ആയില്ല. അതാണ് ഒന്നുകൂടി ഒന്ന് സംശയം തീർച്ചു തന്നാൽ ഉപകാരമായിരുന്നു. ഒരു നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതൽ നിർബന്ധമേ ഇല്ല. മയ്യിത്ത് നിസ്കാരമല്ലാത്ത ഫറള്, മറ്റ് സുന്നത്തുകൾ എല്ലാറ്റിലും വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ടെന്ന് മാത്രം. വജ്ജഹത്ത് ഓതൽ നിർബന്ധമേ ഇല്ല. അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചതുപോലെ പിന്തി വന്ന ഒരാൾ വജ്ജഹത്ത് കൊണ്ട് ശുഗലായാൽ ഫാത്തിഹ ഓതാൻ കഴിയില്ല, അതിൻ്റെ മുമ്പ് ഇമാമ് റുക്കോയിലേക്ക് പോകും എന്ന ധാരണയുണ്ടെങ്കിൽ അവൻ വജ്ജഹത്ത് ഓതാൻ തുടങ്ങാതെ എത്രയും പെട്ടെന്ന് ഫാത്തിഹ ഓതി തുടങ്ങലാകുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതവും നല്ലതും. അങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്. അങ്ങനെ ഫാത്തിഹ മുഴുവൻ കിട്ടിയാൽ ഓക്കെ. കുറച്ചാണോ കിട്ടുന്നത്? ഇമാം റുക്കോയിലേക്ക് പോയാൽ ഉടനെ ഇമാമിൻ്റെ കൂടെ പോവുകയുമാവാം. അവൻ ആ റക്അത്ത് കിട്ടുന്നതും ആണ്.